നമസ്കാരം, മീഡിയ 60 ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. കോതമംഗലം സബ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിന്റെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. കോതമംഗലം MLA ഷിബു തെക്കുംപുറം ഉദ്ഘാടനം ചെയ്തു. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ KS ഇബ്രാഹിം ക്ലാസ് നയിച്ചു. ലഹരിക്കെതിരെ കൈകോർക്കാം, സുരക്ഷിത സമൂഹം വാർത്തെടുക്കാം എന്ന സന്ദേശവുമായി കോതമംഗലം സബ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിന്റെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. മോട്ടോർ വാഹന വകുപ്പ്, എക്സൈസ് വകുപ്പ് എന്നിവയുടെ സഹകരണത്തോടെ മിനി സിവിൽ സ്റ്റേഷൻ കോൺഫറൻസ് ഹാളിലായിരുന്നു ക്ലാസ്. കോതമംഗലം MLA ഷിബു തെക്കുംപുറം ഉദ്ഘാടനം നിർവഹിച്ചു. അതോടൊപ്പം തന്നെ അതിനുള്ള പോരാട്ടത്തിന് തുടക്കവും കുറുക്കി. നമ്മുടെ നിയോജകമണ്ഡലത്തിൽ ലഹരിക്കെതിരെയുള്ള വലിയ പോരാട്ടം എല്ലാ ഡിപ്പാർട്ട്മെന്റുകളെയും ഏകോപിപ്പിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടുകൂടി ഏറ്റവും ഭംഗിയായി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയും. എല്ലാ തരത്തിലും പ്രിയപ്പെട്ട യുവതലമുറയെ നമുക്ക് സജ്ജമായി മുന്നോട്ട് കൊണ്ടുപോകുന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ലഹരിക്കെതിരെയുള്ള പോരാട്ടം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നമുക്കറിയുന്ന നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ സാമൂഹ്യ തിന്മയും വിപത്തും ലഹരി തന്നെയാണ്. ലഹരിയുടെ ഉപയോഗം വലിയ തോതിൽ വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം മുന്നോട്ട് പോകുന്നത്. നമുക്ക് നമ്മുടെ തലമുറയെ വീണ്ടെടുക്കണമെങ്കിൽ എല്ലാ തരത്തിലും വലിയ പോരാട്ടം നയിച്ചെങ്കിൽ മാത്രമേ കഴിയൂ. പ്രിയപ്പെട്ട ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ നടത്തുന്ന തൂഫാൻ ലഹരിക്കെതിരെയുള്ള ഒരു വലിയ പോരാട്ടമാണ് നടത്തുന്നത്. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഇബ്രാഹിം KS ക്ലാസ് നയിച്ചു. ലഹരിയുടെ ദൂഷ്യഫലങ്ങൾ, മയക്കുമരുന്നിന്റെ ഉപയോഗം മൂലമുണ്ടാകുന്ന സാമൂഹിക ആരോഗ്യ പ്രശ്നങ്ങൾ, യുവജനങ്ങൾ ലഹരിയിൽ നിന്ന് അകന്നു നിൽക്കേണ്ടതിന്റെ പ്രാധാന്യം തുടങ്ങിയ വിഷയങ്ങൾ ക്ലാസ്സിൽ ചർച്ച ചെയ്തു. അപകടവും ഉണ്ടാകാതെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇതൊരു വലിയ പോയിന്റാണ്. എന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് ജീവിതത്തെ കുറിച്ച് അറിഞ്ഞാൽ, അതിന്റെ സുഖം അറിഞ്ഞാൽ, ജീവിതത്തിനൊരു സുഖമുണ്ടല്ലോ, നമ്മുടെ എല്ലാം ലക്ഷ്യം അത് തന്നെയാണ്. പ്രൈം ഒബ്ജക്റ്റീവ്, നമ്മുടെ പ്രൈം നീഡ് അതാണ്, സുഖം. ഇപ്പൊ ജീവിതത്തിന്റെ സുഖം അറിയാൻ കഴിഞ്ഞാൽ, ജീവിതത്തെ കുറിച്ച് അറിയാൻ കഴിഞ്ഞാൽ, ഞാൻ പറയുന്നു അത് അറിയാത്തത് കൊണ്ടാണ് ഏതെങ്കിലും ലഹരി, WHO പറയുന്നത് പോലെ ഏതെങ്കിലും ലഹരിയുടെ ഏറ്റവും ചെറിയ അളവ്, പ്രത്യേകിച്ച് കോളേജ് കുട്ടികളെന്നൊക്കെ നമ്മൾ പറയാറില്ലേ, നേരത്തെ രണ്ടാമത്തെ തീയതിന്റെ ഏറ്റവും വലിയ പോയിന്റ് എന്നതല്ലേ, 3 പേര് കയറാൻ നേരത്തെ എന്താ നോ പറഞ്ഞു, വളരെ ശക്തമായിട്ട് നോ പറഞ്ഞു നോക്കി. പക്ഷെ അവിടെ നമ്മളൊന്ന് അല്ലേ വെല്ലുവിളിച്ച്, എന്താ വെല്ലുവിളി, പേടിച്ചുണ്ട് അല്ലേ, ഒരു പോലീസോ മോട്ടോർ വെഹിക്കിളോ വരുമെന്ന് പറഞ്ഞ് എഞ്ചിനീയറിംഗ് പോയി, ഇതിനാണോ ഞങ്ങളുടെ കൂടെ പോകുന്നത്? അപ്പൊ നമ്മൾ ചലഞ്ച് ഏറ്റെടുത്തല്ലേ, ഇതും വരട്ടെ, അറിയാം മുമ്പിലുണ്ടെന്ന്, അവിടെ വെഹിക്കിൾ പിടിക്കുമെന്ന് അറിയാം, എന്നാലും നമ്മൾ ചലഞ്ച് ഏറ്റെടുത്ത്. കാരണം ഇവിടെ വെല്ലുവിളി ഇത് തന്നെയാണ്. ജീവിതത്തില് ചതുപ്പിൽ വീണ്, ജീവിതത്തില് ഏതെങ്കിലും ചതുപ്പിൽ വീണ് ഒരാൾക്കും രക്ഷിക്കാൻ പറ്റാത്ത വിധം, മറ്റേ 2000 രൂപ അടച്ചിട്ട് 2 ക്ലാസ് എടുത്താൽ തീരും. 2000 രൂപ ഫൈൻ അടച്ച് 2 ക്ലാസ് എടുത്താൽ തീരും. ക്ലാസ് എടുക്കുമ്പോൾ എന്ത് കിട്ടും? കുറച്ചുകൂടെ അറിവ് കിട്ടും, ആ വിഷയത്തെ കുറിച്ച് അറിവ് കിട്ടും. പക്ഷെ ജീവിതത്തിന്റെ ഒരു സ്പെല്ലിങ് തെറ്റിയാൽ അതിന് റീടേക്ക് ഇല്ല, ഫൈൻ ഇല്ല, തിരുത്തില്ല. റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർ സലീം വിജയകുമാർ, വാർഡ് കൗൺസിലർ അഡ്വക്കേറ്റ് ഷിബു കുര്യാക്കോസ്, മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ആന്റി ഡ്രഗ്സ് ക്യാമ്പയിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ബോധവൽക്കരണ ക്ലാസ്സിൽ നിരവധി കുട്ടികൾ പങ്കെടുത്തു. ഇനിമയെ ബന്ധപ്പെട്ട് കിടക്കുന്ന അതിന്റെ ശിക്ഷാരീതികളും എത്രത്തോളം അതിന് പുറകിൽ നമ്മൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുള്ളത് ആരും ചിന്തിക്കുന്നില്ല. മാത്രമല്ല, ആ ഒരു ശിക്ഷാരീതി നടപ്പാക്കാനായിട്ടുള്ള ഒരുപാട് പിൻവലിയൽ സർക്കാരിന്റെ ഭാഗത്തുണ്ടായി എന്നുള്ളത് എനിക്ക് തോന്നുന്നു. നമ്മുടെ പുതിയ സർക്കാർ വന്നതിന് ശേഷം ഇത്തരത്തിലൊരു പദ്ധതി രൂപീകരിച്ചത് എന്തുകൊണ്ടും ഇത് നേരത്തെ തുടങ്ങേണ്ടതായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ന്യൂസ് ഡെസ്ക്, മീഡിയ 60, കോതമംഗലം.